ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കേട്ടാ. ഇവരുടെ മക്കളുടെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ചെറിയ മോളാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവള് 2ാം ക്ലാസ്സിലാണ്. പിന്നെ അവരുടെ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മോളുടെ സ്കൂളിൽ കരാട്ടെ ക്ലാസ് എടുക്കുന്ന സാറുണ്ട്. ആ സാറാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പൊ അവിടുന്ന് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള സ്കൂളിൽ നിന്ന് ഇതുപോലെ ആ സാറ് പോകുന്ന സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരും വന്നിട്ട് ടീച്ചേഴ്സും വന്നിട്ടുണ്ട് കേട്ടാ. അതുകൂടാതെ മറ്റുള്ള ജില്ലകളിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ട്. കണ്ണൂര്, വയനാട്, എറണാകുളം അങ്ങനെ കുറച്ച് ജില്ലകളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അവിടെ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മന്നലാകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ നല്ല സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പൊ LKG UKG കുട്ടികളുടെ മത്സരമാണ് ആദ്യം നടക്കുന്നത്. മുമ്പൊന്നും ഇതുപോലെ ചെറിയ പിള്ളേരൊന്നും ഇതുപോലുള്ള കരാട്ടെ ക്ലാസ്സിലൊന്നും ചേർന്നതായിട്ട് എന്റെ അറിവിലില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ എല്ലാ പേരൻസിനും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ചെറുത് മുതലേ കരാട്ടെ ഒക്കെ പഠിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ള ഒരു അറിവ് എല്ലാ പേരൻസിനും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പൊ LKG UKG കുട്ടികളുടെ മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹാളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. ഹാളിൽ വേറെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരും പിന്നെ അവരുടെ പേരൻസും ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കുറെ പേര് ഇവിടെ പുറത്തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വെയിലാണെങ്കിൽ പോലും പിള്ളേര് പാർക്കിലൊക്കെ പോയിട്ട് നല്ല കളി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ചിലരൊക്കെ അവിടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. 1ാം ക്ലാസ് വരെ വിളിച്ചപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. മോള് 2ാം ക്ലാസ്സിലാണ്. അപ്പൊ അവരുടെ ദീദിമാര് നിന്നിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യിക്കാണ് കേട്ടാ. മോള് ഫസ്റ്റ് ടൈമാണ്, അത്ര ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ദീദിമാരൊക്കെ കൂടിയിട്ട്. ദീദിമാരെന്നൊക്കെ പറയുമ്പോ ഇവര് 2ാം ക്ലാസ്സിൽ, ആ കുട്ടികളൊക്കെ 5ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവര് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറയാൻ ഇപ്പൊ സ്വാർത്ഥതയുള്ള മൈൻഡാണ് ചില പിള്ളേർക്കൊക്കെ. ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടത് അങ്ങനല്ല കേട്ടോ. നല്ലൊരു സപ്പോർട്ടീവ് മൈൻഡ് ഉണ്ട് എല്ലാ മക്കൾക്കും. ചില പിള്ളേരൊക്കെ സ്വന്തം കാര്യം ചിന്താവാന്ന് വെച്ച് നിൽക്കണവരാണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഞാൻ കണ്ടത് ഇങ്ങനെ എല്ലാ പിള്ളേരെയും ഇവരെ മാത്രമല്ല വേറെയും പിള്ളേരെ നന്നായി സപ്പോർട്ട് ചെയ്യണതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇപ്പോ ഇവിടെ അവര് ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചില പിള്ളേര് പാർക്കിൽ കളിക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല മക്കൾക്ക്. വെയിലായാലും മഴ ആയാലും അവര് നടത്തുന്ന കാര്യങ്ങൾ അവർ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഹാള്. ഇവിടെ ഇതിന്റെ ബാക്കിലാണ് മത്സരം നടക്കുന്നത്. ഓരോ പിള്ളേർക്കും ട്രെയിനർമാരൊക്കെ ഉണ്ട് കേട്ടാ. വലിയൊരു ഹാളിൽ തന്നെയാണ് അവിടെ അപ്പൊ മത്സരവും നടക്കുന്നത്. LKG UKG 1ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2ാം ക്ലാസ് വരെ വിളിച്ചപ്പോ ഇവര് പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിളിച്ച ഗസ്റ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അതിലിടക്കാണ് ഈ പിള്ളേരുടെ മത്സരവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹാളിലാണ് മത്സരം നടക്കുന്നത്. അപ്പൊ 2 പിള്ളേരെ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പൊ അവരുടെ ഒക്കെ അടുത്ത് ഓരോ ട്രെയിനർമാരും ഉണ്ട് കേട്ടാ. പിന്നെ ഈ ട്രെയിനർമാരെന്ന് പറയുമ്പോ എല്ലാവരും അവിടെ പഠിച്ച് കയറി വന്നവർ തന്നെയാണ് കേട്ടാ. എല്ലാവരും അതെ അവിടെ തന്നെ പഠിച്ച് കയറി വന്ന പിള്ളേർ തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, LKG UKG പിള്ളേരാണ് കേട്ടത്. അപ്പൊ ചെറിയ പിള്ളേരുടെ മത്സരം കഴിഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് 2ാം ക്ലാസ് വരെ വിളിച്ചിട്ടുള്ളത്. 2ാം ക്ലാസ് വരെ മത്സരം ഇനി ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് വരികയാണ്. എല്ലാവരും നല്ല നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ കയ്യടിക്ക് ശക്തിയില്ലല്ലോ, എല്ലാവരും നന്നായിട്ട് പരിഹരിച്ചേ. ഇതാണ് കേട്ടോ അവർക്ക് കരാട്ടെ പഠിപ്പിക്കുന്ന സാറ്. അപ്പൊ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. പരമകാരുണ്യവാൻ കരുണ
പ്രിയപ്പെട്ടവരെ, KSKയുടെ ഈ ഇന്റർ ഡിസ്ട്രിക്ട് കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് ഇന്നിവിടെ എത്തിയ പ്രിയപ്പെട്ട വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ KG സെക്ഷന്റെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെയും മത്സരങ്ങൾ കഴിഞ്ഞു. സെക്കൻഡ് ഗസ്റ്റുകളൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ സാറിനെയാണ് കേട്ടോ, കരാട്ടെ പഠിപ്പിക്കുന്ന സാറിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. പിന്നെ ഇവരുടെ സ്കൂളിൽ നിന്നും മക്കളുടെ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നെ ഈ ഹാളിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തെടുക്കാന്ന് വിചാരിച്ചു. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ അൻവർ സാജി സാറിനെ, അപ്പൊ ഇതിന്റെ ഉദ്ഘാടനത്തിന് മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മോള് കയറിയിട്ടുണ്ട് കേട്ടാ. മോള് വേറൊരു കുട്ടിയും കൂടിയിട്ടാണ്. അപ്പൊ നീല ക്യാപ്പിട്ടതാണ് കേട്ടോ മോള്. ഇവരുടെ വീഡിയോ എടുക്കണ കാരണം ഞാൻ അപ്പുറത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ ഒക്കെ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ മത്സരം നടക്കുമ്പോ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ മത്സരം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ മോൾക്ക് കിട്ടിയ തേർഡ് പ്രൈസ് ആണ് കേട്ടോ. മോള് ഫസ്റ്റ് ടൈം ആണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. മോള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ മോൾക്ക് വൈറ്റ് ബെൽറ്റ് ആയിരുന്നു കേട്ടോ. മോളുടെ കൂടെ കളിക്കുന്ന കുട്ടിക്ക് യെല്ലോ ബെൽറ്റ് ആണ്. ഇതിനേക്കാളും കുറച്ച് കൂടിയ ലെവലിലുള്ള കുട്ടിക്കാണ് ഓറഞ്ച് ബെൽറ്റ്, പിന്നെ പർപ്പിള്, ഗ്രീന്, അങ്ങനെ ബെൽറ്റുകളുടെ കളറൊക്കെ ഓരോ ലെവലിനനുസരിച്ചിട്ടും മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മത്സരം മോളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സമ്മാനദാനാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയാം, എല്ലാവരുടെ മത്സരം കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇവിടെ. ഇവിടെ കഴിയുന്ന കുട്ടികളുടേത് അപ്പപ്പോ തന്നെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ സമ്മാനം കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പിള്ളേർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇവരുടെ സമ്മാനദാനം ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ മോളുടെ കൂടെ കേറിയിട്ടുണ്ട്. ഇനി അടുത്തത് മോളാണ് കേട്ടാ. മോൾക്ക് തേർഡ് പ്രൈസ് ആണ്. തേർഡ് പ്രൈസ് 2 പേർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ട് അവിടെ ഈ സാർ തന്നെയായിട്ട് അവരെ സ്കൂളിൽ വന്ന് പഠിപ്പിക്കണതൊക്കെ. അപ്പൊ അവിടുന്ന് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടാ. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൂടി അവിടെ നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനായിട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. അതിന് ശേഷമാണ് പിന്നെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുത്തു ഞങ്ങള്. അവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഉച്ചക്കും ഉണ്ടായിരുന്നു. അവിടെ വന്ന പിള്ളേർക്കും ടീച്ചേഴ്സിനും മാത്രമേ ഉള്ളൂ, പേരൻസിനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ മോൾക്ക് അവിടുന്ന് ഫുഡ് മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പൊ കുറെ പേര് പിള്ളേരൊക്കെ അവിടെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്ന് കഴിച്ചു. അപ്പൊ ഇവർ സ്കൂളിൽ നിന്ന് വന്നവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതിലിടക്ക് മോളുടെ സ്കൂളിലത്തെ പിള്ളേർ തന്നെ മോൾക്ക് അഭിനന്ദനങ്ങൾ പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ ഈ മരത്തിന്റെ ചോട്ടിലാണ്ടാ വന്നത്. അപ്പൊ ഇവിടെ കുറെ പിള്ളേർ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവരെ സ്കൂളിൽ തന്നെ കുറെ പിള്ളേർ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത്. പിന്നെ മോൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കുറച്ചു നേരം ഫുഡ് കഴിഞ്ഞിട്ട് പാർക്കിൽ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് മോളുടെ കളി കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേട്ടാ. സ്കൂളിൽ നിന്ന് വന്ന മറ്റുള്ള പിള്ളേരൊക്കെ തിരിച്ചെത്തുമ്പോ 7:30 ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂള് മക്കൾ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ് കേട്ടാ. സർസേത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാവർട്ടിയാണ്. അത് കേട്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമായി. കാരണം ഇവരെ സ്കൂൾ മാത്രമല്ല വേറെ സ്കൂളുകാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവർക്കാണല്ലോ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അത് ഭയങ്കര സന്തോഷം തന്നെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണട്ടോ. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാട്ടാ. 165 point നേടി വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.